എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കനും അതുപോലെ പൊട്ടറ്റോയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ആദ്യം കുക്കറിലിട്ടിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം അത് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കനും അതുപോലെ പൊട്ടറ്റോ ഒക്കെ നേരത്തെ തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ടത് പൊട്ടറ്റോയാണ്. അപ്പോൾ പൊട്ടറ്റോ ഞാൻ മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ കുറച്ചേറെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. അതും നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അത് രണ്ടും ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അരമുറി മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ ഒരു 4-5 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൈദ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ എണ്ണ ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സിയിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം. ഇനി നമ്മുടെ ബോൾസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാവുന്നതാണ്. ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ഒരു വശമാകുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയും അതുപോലെ ചിക്കനും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിന് ഒരു 13 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ കുറേയും കൂടെ ടേസ്റ്റാവും. നിങ്ങൾക്ക് അറിയാമല്ലോ, ചീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.